കേരളത്തിൽ ഏകദേശം 30% പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല എന്നാണ്. 10 വർഷം കഴിയുമ്പോഴേക്ക് ആ ശതമാനം 90 ഏറ്റവും പുതിയതായി ഞാൻ വായിച്ചൊരു കണക്കിലുള്ളത്. അത് ശരിയാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പുര നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികൾ, എല്ലാ യോഗ്യത ഉണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, 5 വക്ത് നിസ്കരിക്കും, പക്ഷേ പെണ്ണിനെ കിട്ടല്ലേ? എന്താ കാര്യം? പെൺകുട്ടികളിൽ വലിയൊരു ശതമാനത്തിന് വിവാഹത്തിനോട് താല്പര്യമേ ഇല്ല. അതിനവരെ നിർബന്ധിപ്പിക്കുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്, കുറെ സാമൂഹികമായ വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ ആഴത്തിൽ എനിക്കതിൽ പ്രവേശിക്കാൻ ചില പരിമിതികളുണ്ട്. പെൺകുട്ടികൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, ആൺകുട്ടികൾക്കും സമാനം തന്നെയാണ്. പിന്നെ എന്തിനാ ഞാൻ പെൺകുട്ടികളെ പറയണത്? വിവാഹം എന്ന വിശുദ്ധമായ ധർമ്മം ഈ സൊസൈറ്റിയിലെ ഏറ്റവും ആദ്യത്തെ ഘടകതാണ്. ഈ വിവാഹം കഴിഞ്ഞ് കുടുംബം രൂപപ്പെട്ട് കുറെ കുടുംബങ്ങളാണ് ഒരു സൊസൈറ്റി ആവുന്നത്. അങ്ങനെയുള്ള കുറെ സൊസൈറ്റികളാണ് തീരുന്നത്, ഒരു നാഗരികതയായി മാറുന്നത്. വിവാഹത്തിനോട് താല്പര്യമില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതിനാവശ്യമായ പണം കിട്ടണം, പണത്തിനു മാത്രം ജോലി വേണം, ആ ജോലി സമയവും പരമാവധിക്കപ്പുറം എൻജോയ് ചെയ്യണം. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ രാത്രി 1 മണിക്ക് അതിവേഗതയിൽ വന്ന കാറ് ഡിവൈഡറിൽ ഇടിച്ചു മരിച്ചിട്ട് നമ്മുടെയൊക്കെ നാട്ടിലുള്ള പെൺകുട്ടികളും പിന്നെ ഏതൊക്കെയോ നാട്ടിലുള്ള കുറേ ആൺകുട്ടികളും കുറേ അന്യമതക്കാരും മരണപ്പെടുന്നത്, പരിക്കേറ്റതിൻ്റെ റിപ്പോർട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. രാത്രി 1:30 എവിടുന്ന് വരെയാണ് പറഞ്ഞു? രാത്രി 1:30 ഡിവൈഡർ കാണാത്ത വിധം അവരെവിടുന്ന് വരെയാണ്? ബാംഗ്ലൂർ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ബസ് ഇറങ്ങാം, മജസ്റ്റിക്കിലോ മറ്റോ. മലയാളിയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തിരിഞ്ഞളിച്ച് നിൽക്കുക. എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാനും ജോലിക്കും പോയ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവർ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധം ഭീകരമായിരിക്കും. എവിടെ മോള് പഠിക്കണത്? ബാംഗ്ലൂരില്ല. ബാംഗ്ലൂരിൽ എവിടെ? അതൊന്നും അറിയില്ല. എന്താ പഠിക്കുന്നത്? അതും അറിയില്ല. എവിടെയോട് താമസിക്കുന്നത്? എവിടെയോ ആണ്, അത്രേ അറിയുള്ളൂ. താമസിക്കുന്നുണ്ട് എന്നറിയാം മൂപ്പരടുത്ത്. എന്നിട്ട് വലിയ ആളെ ഇങ്ങനെ നടക്കുക, എൻ്റെ മോള് ബാംഗ്ലൂരിലാണ് പഠിച്ചത്, എൻ്റെ മോള് കൊച്ചിയിലാണ് പഠിച്ചത്. കൊച്ചിക്കാരനാകുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ ഈയിടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു, ഞങ്ങളെ നാട്ടിലൂടെ ഫാമിലിയുമായി നടക്കാൻ വയ്യ, വടക്ക് ഭാഗത്തുനിന്ന് പഠിക്കാമെന്ന പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള കൂത്താട്ടം കാരണം പുറത്തിറങ്ങാൻ വയ്യാന്ന്. റോഡിന്റെ സൈഡ് പോലും അവരുടെ എല്ലാവിധ സ്വകാര്യങ്ങളും നടപ്പിലാക്കാനുള്ള രംഗവേദിയായി മാറുന്നു. അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നു. നിങ്ങളുടെ ക്യാൻറ്റീൻ നടത്തുന്ന പെൺകുട്ടികളുടെ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് വന്നു. അയാളെന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ സ്മോക്ക് ചെയ്യാറില്ലായിരുന്നു, വീഡിയോ എടുക്കാറില്ലായിരുന്നു, പക്ഷെ ഇവർക്ക് ഭക്ഷണം സപ്ലൈ ചെയ്ത് ഇവരുടെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവർ വലിച്ചൂതി വിടുന്ന പുകച്ചുരുളുകൾ സ്ഥിരമായി മൂക്കി കയറി എനിക്കിപ്പോൾ ആ സാധനമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന്. പലപ്പോഴും അവർ ചില പൊതികളൊക്കെ പിടിക്കാൻ തരും, ഞങ്ങളവിടെ അങ്ങനെ എടുത്തു വെക്കും. ഒരു ദിവസം കൗതുകത്തിന് തുറന്നു നോക്കിയപ്പോൾ കഞ്ചാവായിരുന്നു. അവരിടക്കത് മേടിക്കും, പിന്നെ തിരിച്ചും തരും. ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വാർഡനോ മെൻറ്ററോ ഒക്കെ പിടിക്കാതിരിക്കാൻ ക്യാൻറ്റീനിൽ അവരെ ഏൽപ്പിച്ചു പോകും. ഭദ്രമായി ആ സാധനം അവിടെ ഇരിക്കണം, ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റണം. ഏതാ ലോകം? മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട് തിരൂരിൽ. കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് അതിൻ്റെ അഡിക്റ്റുകളായ അടിമകളായ ആളുകളെ ചികിത്സിക്കാനുള്ള പ്രത്യേക കേന്ദ്രം. അവിടെയുള്ളൊരു ഡോക്ടർ ഏതാനും ആഴ്ച മുമ്പ് ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറയുന്നത്, പുതിയതായി മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്നവരിൽ മഹാഭൂരിപക്ഷവും പെൺകുട്ടികളും യുവതികളുമാണ് എന്നാണ്. ഒരു കുടുംബം നശിക്കുന്നത് ആ കുടുംബിനി നശിക്കുന്നതോടുകൂടി ആരംഭിക്കുന്നു. കുടുംബനാഥന് വളവ് വന്നാൽ അതിനെ തിരുത്താൻ കുടുംബിനിക്ക് പറ്റും. ആയിരക്കണക്കിന് ഉജ്ജ്വലമായി ജീവിതം നയിച്ച കുടുംബിനികളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രം മാത്രമല്ല, വർത്തമാനവും അതിൻ്റെ സാക്ഷിയാണ്. കുഞ്ഞുങ്ങളെ ഗംഭീരമായ രീതിയിൽ സംരക്ഷിക്കേണ്ടത് പിതാവിനേക്കാളും സ്ത്രീക്കാണ് അവസരമുള്ളത്. ബാധ്യത എന്നൊന്നും പറഞ്ഞ് ഞാൻ അവരുടെ തലയിൽ കിടന്നില്ല. ജോലിക്ക് രാവിലെ പോയി വളരെ വൈകിട്ട് ക്ഷീണത്തോടുകൂടെ കടന്നു വരുന്ന പിതാവിന് അന്യരാഷ്ട്രങ്ങളിൽ പോയി ജോലി ചെയ്ത് വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴോ ഒക്കെ 1 മാസത്തിന് വരുന്ന പിതാവിന് പരിമിതികളുണ്ടാവും. തീർച്ചയായിട്ടും.
പിന്നെ ആരാണത് ചെയ്യേണ്ടത്? നമ്മുടെ മക്കൾ നേരാവണ്ണം മുന്നോട്ട് പോകണമെന്നും അവരാത്മീയമായി പുരോഗതിയിലേക്ക് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കാരണത്താൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ അനർത്ഥങ്ങൾ നമ്മുടെ വീട്ടിലും നടക്കുമെന്നും, കേട്ടുകൊണ്ടിരിക്കുന്ന അനർത്ഥം എന്നൊക്കെ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. 14കാരനാകുന്ന സ്വന്തം മകനെ കൊണ്ട് ഗർഭിണിയായ മാതാവുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർ രാത്രി കുടിക്കുന്ന വെള്ളത്തിൽ അവൻ ആവശ്യമുള്ള ദിവസമൊക്കെ അവൻ എന്തോ ഒന്നും മയക്കുമരുന്നിട്ട് അത് കുടിച്ച് അവർ ബോധം പോയിട്ട് അങ്ങനെ കിടക്കും. ആ സമയത്ത് സ്വന്തം മാതാവിനെ അവൻ കണ്ട മൊബൈലിലെയും അവൻ കണ്ട സിനിമയിലെയും വൃത്തികേട് നടപ്പിലാക്കാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട് അവൻ ഉപയോഗപ്പെടുത്തും. ഈ സ്ത്രീ ഒന്നും അറിഞ്ഞില്ല. വയറുവേദന കാരണം ഡോക്ടറെ സമീപിച്ച പറയുന്നത് അമ്മായിമ്മ കട്ടക്ക് സപ്പോർട്ട് ചെയ്തു. എൻ്റെ കുട്ടി എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ അങ്ങനെ കേട്ടാൽ മതി, അമ്മായിമ്മ ഒന്നിച്ചിറങ്ങും. പക്ഷെ ആ അമ്മായിമ്മ കട്ടക്ക് സപ്പോർട്ട് ചെയ്തു. എൻ്റെ കുട്ടി എങ്ങോട്ടും പോയിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല, അവൾ എന്നോട് സമ്മതമല്ലാതെ ഞാനും അവളല്ലാതെ പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ അവരുടെ ഡ്രൈവറെ ചോദ്യം ചെയ്തു. അയാൾ സാധുവായിരുന്നു. അമ്മോശാക്കാനെ വരെ ചോദ്യം ചെയ്തു. പാവമായിരുന്നു ആ മനുഷ്യൻ. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പോലീസ് ഓഫീസർക്ക് ഇതൊന്ന് പ്രത്യേകം കൈകാര്യം ചെയ്യണമെന്ന് തോന്നി. അയാളും അയാളുടെ 2 സുഹൃത്തുക്കളും കുറച്ച് ആഴത്തിൽ അന്വേഷിച്ചു. അപ്പോഴാണ് സ്വന്തം മകനാകുന്ന 14കാരൻ പ്രതിയായി വരുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല എന്നതാണ് മറ്റൊരു കൗതുകം. കേരളത്തിൽ നടക്കുന്ന സെക്സ്വൽ ഹറാസ്മെന്റിൽ 60% ഗാർഹിക പീഡനങ്ങളാണ്.